രാഷ്ട്രീയ നേതാക്കളും ഭരണഘടനാ പദവികൾ വഹിക്കുന്നവരും പ്രമുഖ പൊതുപ്രവർത്തകരും പങ്കെടുക്കുന്ന ചടങ്ങുകളിൽ സുരക്ഷയ്ക്ക് അതീവ പ്രാധാന്യമാണുള്ളത്. വേദിയിലേക്കുള്ള പ്രവേശനം മുതൽ ഇരിപ്പിട ക്രമീകരണങ്ങൾ വരെ എല്ലാം കർശനമായ സുരക്ഷാ പരിശോധനയ്ക്ക് വിധേയമാക്കാറുണ്ട്. പൊതുജനങ്ങളിൽ അധികം ആർക്കും അറിയാത്ത മറ്റൊരു സുരക്ഷാ സംവിധാനവുമുണ്ട്. വിശിഷ്ട വ്യക്തികൾക്ക് വിളമ്പുന്ന ഭക്ഷണം മുൻകൂട്ടി പരിശോധിക്കുകയും രുചിച്ചു നോക്കുകയും ചെയ്യുന്ന പ്രത്യേക പ്രോട്ടോകോൾ. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ പൊതുഭരണ വകുപ്പും പ്രോട്ടോകോൾ വിഭാഗവും നിശ്ചയിച്ചിട്ടുള്ള സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം VIP-കൾക്ക് ഭക്ഷണം വിളമ്പുന്നതിന് മുൻപ് ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥരും പ്രാദേശിക പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്ന് ഭക്ഷണത്തിന്റെ സുരക്ഷ ഉറപ്പാക്കേണ്ടതുണ്ട്. ഭക്ഷണത്തിൽ വിഷാംശമോ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുള്ള ഘടകങ്ങളോ ഇല്ലെന്ന് ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടി. അടുത്തിടെ NCP SP നേതാവും MP-യുമായ സുപ്രിയ സുലെയുടെ മക്കൾ രേവതിയുടെയും സാരംഗ് ലഖാനിയുടെയും വിവാഹ ചടങ്ങിലും ഈ പ്രോട്ടോകോൾ പാലിക്കപ്പെട്ടു. ചടങ്ങിൽ പങ്കെടുത്ത വിശിഷ്ടാതിഥികൾക്ക് വിളമ്പാനിരുന്ന ഓരോ ഭക്ഷ്യവിഭവവും ഭക്ഷ്യമരുന്ന് അഡ്മിനിസ്ട്രേഷനിലെ ഉദ്യോഗസ്ഥർ നേരിട്ട് രുചിച്ചു നോക്കി. തുടർന്ന് എല്ലാ വിഭവങ്ങളിൽ നിന്നുമുള്ള സാമ്പിളുകൾ ശേഖരിച്ച് സീൽ ചെയ്യുകയും ഏതെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടായാൽ പരിശോധനയ്ക്കായി 72 മണിക്കൂർ പോലീസ് രേഖകളിൽ സൂക്ഷിക്കുകയും ചെയ്തു. എന്നാൽ ഈ രീതി ഭക്ഷ്യസുരക്ഷാ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കിടയിൽ അസംതൃപ്തിക്കും കാരണമായിട്ടുണ്ട്. VIP പരിപാടികളുമായി ബന്ധപ്പെട്ട ഡ്യൂട്ടികൾ പലപ്പോഴും പതിവ് പരിശോധനകളെയും ഔദ്യോഗിക ചുമതലകളെയും ബാധിക്കുന്നുവെന്നാണ് ഉദ്യോഗസ്ഥരുടെ പരാതി. ചിലർ പറയുന്നതനുസരിച്ച് ഒരു വലിയ VIP പരിപാടിക്കായുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ 2 ആഴ്ച വരെ നീണ്ടു നിൽക്കാറുണ്ട്. ആഴ്ചയിൽ 3 മുതൽ 4 ദിവസം വരെ ഉദ്യോഗസ്ഥർ ഇത്തരം ജോലികൾക്കായി മാറ്റിവെക്കേണ്ടി വരുന്നതായും അവർ ചൂണ്ടിക്കാട്ടുന്നു. പ്രത്യേകിച്ച് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിലാണ് പല VIP സന്ദർശനങ്ങളുടെയും വിവരം ലഭിക്കുന്നതെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. വിവിധ പൊതുപരിപാടികൾക്കും വിവാഹ ചടങ്ങുകൾക്കും പുറമെ വിമാനത്താവളങ്ങളിലെ VIP ലോഞ്ചുകളിൽ എത്തുന്ന വിശിഷ്ട വ്യക്തികളുടെ ഭക്ഷണവും പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടി വരുന്നുണ്ട്. ഇതുമൂലം സാധാരണ ഭക്ഷ്യസുരക്ഷാ പരിശോധനകളും വിപണി നിരീക്ഷണ പ്രവർത്തനങ്ങളും വൈകുന്നുവെന്നാണ് ഉദ്യോഗസ്ഥരുടെ അഭിപ്രായം. 3 മാസം മുൻപ് വരെ സർക്കാർ ആശുപത്രികളിലെ ഡോക്ടർമാരും ഈ ഭക്ഷണ പരിശോധനാ സംഘത്തിന്റെ ഭാഗമായിരുന്നു. മുംബൈയിലെ JJ ആശുപത്രി, സെന്റ് ജോർജ് ആശുപത്രി തുടങ്ങിയ സ്ഥാപനങ്ങളിലെ ഡോക്ടർമാരെയാണ് ഇതിന് നിയോഗിച്ചിരുന്നത്. എന്നാൽ രോഗികളെ ചികിത്സിക്കുന്നതാണ് തങ്ങളുടെ പ്രാഥമിക ഉത്തരവാദിത്തമെന്നും ഇത്തരം ജോലികൾ ആശുപത്രി പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുവെന്നുമുള്ള പ്രതിഷേധത്തെ തുടർന്ന് ഈ രീതി പിന്നീട് അവസാനിപ്പിച്ചു. VIP പ്രോട്ടോകോളിന്റെ പരിധിയിൽ കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും മാത്രമല്ല, ഭരണഘടനാപരമായ പദവികൾ വഹിക്കാത്ത ചില പ്രമുഖ വ്യക്തികളും ഉൾപ്പെടുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, RSS മേധാവി മോഹൻ ഭഗവത് തുടങ്ങിയവർക്കും സുരക്ഷാ പ്രോട്ടോകോളിന്റെ ഭാഗമായാണ് ഇത്തരം ഭക്ഷ്യപരിശോധനകൾ നടത്തുന്നത്. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും സുരക്ഷാ ക്രമീകരണങ്ങൾ ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇവർക്കായി പ്രത്യേക സുരക്ഷാ സംഘങ്ങൾ പ്രവർത്തിക്കുന്നതായും ഭക്ഷണത്തിൽ വിഷാംശമുണ്ടോ എന്ന് കണ്ടെത്താൻ പ്രത്യേക സയനൈഡ് പരിശോധനകൾ ഉൾപ്പെടെയുള്ള കൂടുതൽ കർശനമായ സുരക്ഷാ നടപടികൾ സ്വീകരിക്കാറുണ്ടെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട്. ഭക്ഷണം രുചിച്ചു നോക്കുന്നതിൽ മാത്രം ഈ പരിശോധനകൾ ഒതുങ്ങുന്നില്ല. പരിപാടി വേദികളിൽ വിതരണം ചെയ്യാനായി സൂക്ഷിച്ചിരിക്കുന്ന പാക്കറ്റ് ചെയ്ത ഭക്ഷ്യവസ്തുക്കളുടെ കാലാവധി, ഗുണനിലവാരം, സംഭരണ രീതി എന്നിവയും ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നുണ്ട്. മുംബൈയിൽ RSS മേധാവി മോഹൻ ഭഗവത് പങ്കെടുത്ത ഒരു ചടങ്ങിൽ വിതരണം ചെയ്യാനിരുന്ന ലഡുവിന്റെ കാലാവധി കഴിഞ്ഞതായി കണ്ടെത്തിയതിനെ തുടർന്ന് വിതരണം തടഞ്ഞ സംഭവവും ഉദ്യോഗസ്ഥർ ഓർക്കുന്നുണ്ട്. രാജ്യത്തെ വിശിഷ്ട വ്യക്തികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഇത്തരം നടപടികൾ നിർണായകമാണെന്ന് അധികൃതർ ചൂണ്ടിക്കാട്ടുമ്പോൾ അതിന്റെ പരിധിയും ഉത്തരവാദിത്തവും വ്യക്തമായി നിർവചിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. സുരക്ഷയും ഭരണകാര്യ കാര്യക്ഷമതയും ഒരുപോലെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള പുതിയ മാർഗനിർദ്ദേശങ്ങൾ ആവശ്യമാണെന്നാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ അഭിപ്രായം.